ചായ. ആ മോക്ക് എങ്ങനെയുണ്ട്? ചെറിയ പനിയുണ്ട്. ആ വെള്ളം മാറി കുളിച്ചിട്ടാവും. ആ ആ ദാ വന്നൂല്ലോ. അറിഞ്ഞു കേട്ടോ കാര്യങ്ങളൊക്കെ. അത് ഞാൻ അതൊക്കെ ഒരു ഭാഗ്യാടോ. ഇനിയെങ്കിലും ദൈവത്തിന്റെ നെറുകന്തലെ കയറിയിരുന്ന് തായമ്പോ കൊട്ടാതിരിക്ക. തുടങ്ങി. വസുന്ധര എവിടെയമ്മേ? എണ്ണീറ്റിട്ടില്ല, ചെറിയ പനിയുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. ഫെലോഷിപ്പ് കിട്ടിയ വിനയം കൂടുവോ? അല്ല ഒരു ഒതുക്കൊക്കെ കാണുന്നുണ്ടേ. മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ലെന്നറിയാം. ഒന്നും ബോധപൂർവമല്ലായിരുന്നു. എന്നോട് പുറത്തുനിന്നെങ്കിലും ഒന്ന് പറയേ. പറഞ്ഞില്ലേ ഞാൻ എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ചതിച്ചത് ദേവേട്ടനാ, എന്നെ. മറ്റൊരാളെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കൂടെ ഇറങ്ങിപ്പോന്ന എന്നോട് ആരോടൊക്കെയുള്ള പ്രതികാരവും വൈരവും തീർത്തു. കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിനും ദൈവം കൊടുത്തൊരു അവകാശമാണ് ഒരു കുഞ്ഞിനെ പെറ്റു പോറ്റാനുള്ള ആഗ്രഹം. ആ സ്വപ്നം പോലെ എനിക്ക് നിഷേധിക്കപ്പെട്ടു. എല്ലാം സഹിച്ച് ഈ അകത്തളത്തിന്റെ ഒരു കോണിൽ ഒരു മിണ്ടാ പ്രാണിയായി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഈശ്വരൻ കേട്ടാലോ എന്ന് പേടിച്ച് ഒച്ചയെടുത്തൊന്ന് കരയുക പോലും ചെയ്യാതെ. ഇല്ല, ഭൂമിയിൽ മറ്റൊരു പെണ്ണും ഇത്രയേറെ സഹിക്കില്ല. എനിക്ക് മടുത്തു. വേണ്ട, എനിക്ക് ഇങ്ങനെ ജീവിതം. കരഞ്ഞോളൂ. ഇത്രയും കാലം മനസ്സിലടക്കി വെച്ച ഭാരം അത്ര ഇറക്കി വെച്ചോളൂ. എല്ലാം കേൾക്കാൻ അർഹതപ്പെട്ടവനാണ് ഞാൻ. ഏതഗ്നിയിലെരിഞ്ഞാലും ശുദ്ധിയാകാത്തത് അറിയാം. നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഭ്രാന്തനായിപ്പോ ഞാനത് അറിഞ്ഞില്ല. ഈ കാലിൽ തൊട്ട് നീനപ്പയൽ കിടന്ന് ഊർദ്ധശ്വാസം വലിക്കുമ്പോൾ മടിയിൽ കിടത്തി ചുണ്ടിൽ ഇത്തിരി ഗംഗാജലം എത്തിച്ചു തരാൻ നീ ഉണ്ടാവണം. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ്. എല്ലാ പുണ്യതീർത്ഥങ്ങളിലും മുങ്ങിക്കുളിച്ച് എല്ലാ കരിങ്കൽ വിഗ്രഹങ്ങളിലും തലതല്ലി ഉടച്ച് കണ്ണീരിന്റെ പൂർണ്ണകുംഭവുമായി തീർത്ഥയാത്ര നീ വേണല്ലോ കൂടെ. വരില്ലേ നീ? ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് പറ്റി നിനക്കൊരു വല്ലായിക? എന്നെ പറഞ്ഞയക്കല്ലേ ദേവേട്ട, ഇവിടെ തന്നെ മതിയെല്ലാം. ആചാരങ്ങളൊന്നും നമ്മളായിട്ട് മുടക്കണം. ആദ്യത്തെ പ്രസവത്തിന് നടക്കട്ടെ. ഇനിയുള്ളത് മുഴുവൻ ഇവിടെ തന്നെ മതി. കണ്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. സ്നേഹിച്ചിട്ട് എനിക്ക് എന്താ ഇത്? ദൂരേക്കൊന്നുമല്ല പോകുന്നത്. വിളിച്ച വെളിപ്പെടുത്തപ്പോഴും ഞാൻ ഉണ്ടാവില്ലേ? എന്താ കുമാരാ? ആശാന് തീരെ വയ്യ. ഞാൻ എന്താ പറഞ്ഞു? എന്താ? ആശാന് തീരെ സുഖമില്ല അത്ര. ഞാനൊന്നും അത്ര വരെ പോയിട്ട് ഉടനെ വരാം കേട്ടോ. ഞാനിപ്പോ വരാം. വൈകരുത്, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാനുള്ള. ഓ ഹൈപ്പർ ടെൻഷനാ, പേടിക്കാനൊന്നുമില്ല. ഒരാളെ കൂടെ പറഞ്ഞയച്ചാൽ മരുന്ന് കൊടുത്തുവിടാം. വാസോ, ശരി.
എന്തിനാ കരയണേ? അച്ഛനൊന്നുമില്ലാന്ന് ഡോക്ടർ പറയണ നീ കേട്ടില്ലേ? ദേവാ, എന്താ അച്ഛൻ? എന്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക്. അതിന് ആശാനൊന്നും സംഭവിക്കില്ല. അവളെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ദേവനാരായണനില്ലേ ഇവിടെ? ഇല്ലാലോ, മേഴത്തൂർന്നല്ലേ കയറിയിരിക്ക. എവിടെ പോയി? ഒരാൾക്ക് സുഖമില്ലാന്ന് വിവരം കിട്ടിട്ട് പോയതാ. വന്നാൽ ഉടനെ മേഴത്തോർക്ക് വരാൻ പറയണം. എന്താണാവോ വിശേഷിച്ച്? അത് നേരിട്ട് പറഞ്ഞോളാം. എന്തോ ഒരു പന്തിയില്ലായ്മ കണ്ട് ചോദിക്ക. എന്താ കാര്യം? ഇനി തുറന്നങ്ങോട്ട് പറയാം. തന്തയില്ലായ്മ കാണിച്ചിട്ട് അവനോടൊന്ന് പോന്നേ. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിക്ക് വയറ്റിലുണ്ടാക്കിയിട്ട്. വാടോ. ഈ വീടുമായിട്ട് എല്ലാ ബന്ധവും തീർന്നു. എന്താ എന്ത് പറ്റി? എന്താ ഉണ്ടായി? എന്താ എന്താ കാര്യം? എന്താ വസുന്ധരേ? എന്താ? അയ്യോ, എന്താ 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 ഉണ്ടായി? ആരെങ്കിലും ഒന്ന് പറയേ. ഇങ്ങോട്ട് കയറണ്ട. അച്ഛാ, പോകാനാ പറഞ്ഞേ. പോകാൻ. പക്ഷെ എന്താ ഉണ്ടായെന്ന് എനിക്ക് അറിയണം. കാര്യം അറിയാത്തോണ്ട് പോകാൻ വൈകണ്ട. മേഘത്തൊരു നാള് വന്നിരുന്നു. ആ ചിത്രപ്രഭക്കാരി പെൺകുട്ടികൾ ഏർപ്പേരെടുക്കാൻ നിന്നെ ക്ഷണിക്കാൻ. അമ്മേ അമ്മേ, പോടാ. രാവും പകലും ഇടത്തും വലത്തോട്ട് നീ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ. എന്തെങ്കിലും ഒരു വീഴ്ച എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? പറയുന്നേ. എന്നും ദൈവത്തെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കൈപ്പിഴ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേവേട്ടാ, നമുക്ക് ആശുപത്രി ചെന്ന് വസുന്ധരയുടെ കാണാം. അതെ, അവൾക്ക് മനസ്സിലാവുന്നേ. എല്ലാം പറയാം. കുഞ്ഞിരാമൻ ഞാൻ വഴി വെച്ചാ കണ്ടത്. അച്ഛനും വല്ലതും? അച്ഛനല്ല ദേവാ. പിന്നെ പറയുമാരാരെ? വസുന്ധര പോയി ദേവാ. മഴ നിക്കണ ലക്ഷണം കാണുന്നില്ല. വസുന്ധര, അവസാനമായിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ അവളെ. എല്ലാ പാവങ്ങളും വെച്ച് പറഞ്ഞ് ആ കാലിലൊന്ന് തൊട്ടോട്ടെ ഞാൻ. എന്റെ മോള് നിന്റെ മുഖം കണ്ടുപോയാൽ പല ലോകത്തും എന്റെ കുട്ടിക്ക് മോശം ഉണ്ടാവില്ല.